ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെയും അതുപോലെ നടന്ന മെയിൻസുകളുടെയും ഒക്കെ സിലബസ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പഠിക്കുമ്പോഴും മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു മൊഡ്യൂൾ തീർക്കുമ്പോൾ 10% ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് കവർ ആയിരിക്കും. ഇംഗ്ലീഷിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് തരും, മലയാളത്തിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് തരും. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം ഡിഗ്രി പരീക്ഷകൾ എഴുതുന്ന നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയും. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് UPSCയിലോട്ട് പോവുകയും ചെയ്തു. ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതി നമ്മൾ ഒരു 10th പ്രിലിംസിന്റെ ബാച്ച് ആരംഭിച്ചു. ഏറ്റവും ഭംഗിയായി ആ ബാച്ച് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. സിലബസ് ഒക്കെ തീരാറായിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മളൊരു LDCയുടെ ബാച്ച് ആരംഭിച്ചു, LPUP ആരംഭിച്ചു, വേണ്ട വേരിയസ് LGSന്റെ ബാച്ച് ആരംഭിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഒക്കെ ഇതിനിടയിലുള്ള ചോദ്യം, നമ്മൾ എന്നാണ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് വരാൻ പോകുന്ന ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് ആരംഭിക്കുക എന്ന്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ഡിഗ്രി പ്രിലിംസ് പ്രോ ബാച്ച്. ഈ വരുന്ന ജൂലൈ 1-ാം തീയതി മുതൽ. ഞാനിതിപ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ ഡൗട്ടുകൾ തോന്നും. ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, ഈ ബാച്ചിൽ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ്, എങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങണം, എത്ര കാലം കൊണ്ട് ഈ കോഴ്സ് അവസാനിപ്പിക്കും, റിവിഷൻ ഉണ്ടാവുമോ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നോട്ടുകൾ, പരീക്ഷകളൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും ആയിരിക്കുമോ, ഫോളോ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പല സംശയങ്ങളും. നിങ്ങളുടെ മനസ്സിലുള്ള ഏകദേശം കുറേ ഡൗട്ടുകൾ എനിക്കറിയാം. ഞാൻ ആ ഡൗട്ടുകളെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിനെ കുറിച്ചും ഈ ബാച്ചിനെ കുറിച്ചും ഒക്കെയുള്ള കൃത്യമായ ഒരു ധാരണ കിട്ടും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഓരോന്നും ഞാനൊന്ന് പറയാം, അതിനുള്ള മറുപടിയും കൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. തുടങ്ങാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ചോദ്യം നമ്പർ 1. ഈ വർഷം വിളിക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് LSDA സെക്രട്ടറി, അതുകൂടാതെ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, പിന്നെ നോർമൽ SI, അതുപോലെ തന്നെ ആംഡ് SI. ഇതൊക്കെയാണ് ഈ വർഷം വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബാച്ച് എന്ന് പറയുന്നത് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങളെ സജ്ജരാക്കുന്ന, ഈ പരീക്ഷയ്ക്കെന്ന് മാത്രമല്ല ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാമിനും നിങ്ങളെ സജ്ജരാക്കുന്ന ഒരു കോഴ്സായിരിക്കും ഈ ഡിഗ്രി പ്രിലിംസ് പ്രോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, പലർക്കും ഡിഗ്രി ലെവൽ എക്സാമുകളോട് ഇപ്പോഴും ഒരു പേടിയാണ്. നമ്മുടെ ഡിഗ്രി ലെവല് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് UPSCയിലോട്ട് പോവുകയും ചെയ്തു, എന്നാൽ UPSCയിൽ പൂർണ്ണമായും എത്തിയിട്ടുമില്ല. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു പരീക്ഷയാണ് ശരിക്കും ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസും മെയിൻസും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സാധാരണക്കാരനായ ഒരാൾ ചിന്തിക്കുമ്പോൾ ഈ ഡിഗ്രി ലെവൽ എന്നെ കൊണ്ട് പറ്റുമോ, ഫോളോ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള പല ഡൗട്ടുകളും തോന്നാം. അപ്പോൾ ഈ ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കുമോ? ഞാൻ ആവർത്തിച്ച് പറയുന്നു, ബേസ് മുതൽ അങ്ങേ അറ്റം വരെ ഒരു കൃത്യമായ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ബാച്ചായിരിക്കും ഇത്. ഒരു UPSC നിലവാരത്തിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഈ ബാച്ചിലൂടെ ലഭിക്കും. 100% ഏതൊരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ബാച്ചിൽ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുക. ധൈര്യമായി പോരാം, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഒരു പേടിയും വേണ്ട. ഡിഗ്രി ലെവലിന് നിങ്ങളെ, ഡിഗ്രി പ്രിലിംസിന് ഈ ബാച്ചിലൂടെ നിങ്ങളെ പ്രാപ്തരാക്കിയിരിക്കും. എന്താണ് ഈ ബാച്ചിന്റെ സ്റ്റഡി പ്ലാൻ? ഈ ബാച്ചിൽ നമ്മൾ എങ്ങനെയാണ് പോർഷൻസ് തീർക്കുക? കൃത്യം 10 മാസം കൊണ്ട് എന്താണോ ഒരു ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ്, അത് ഏറ്റവും വൃത്തിയായി ഫ്രം ദ ബേസ് ഈ ബാച്ചിലൂടെ നമ്മൾ പഠിപ്പിച്ചു തീർക്കും. അതിനുശേഷമുള്ള 2 മാസം തീവ്രമായ റിവിഷനും തരും. ഇനി ഇൻ കേസ് ഞാൻ മുമ്പേ പറഞ്ഞ പരീക്ഷകളുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം നേരത്തെ വരാൻ സാധ്യത വന്നാൽ അതിനനുസരിച്ച് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് ആ പരീക്ഷകൾക്ക് മുമ്പായിട്ട് തന്നെ ഈ പോർഷൻസ് നമ്മൾ തീർത്തിരിക്കും. ആഴ്ചയിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ, അതായത് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും 3 ക്ലാസ്സുകൾ വീതമാണ് ഈ ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുക. എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ലൈവായി കാണാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യസമയത്ത് വന്ന് ലൈവ് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ല, അങ്ങനെ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് എന്താണോ അത് പൂർണ്ണമായും ഈ ബാച്ചിലൂടെ നമ്മൾ തീർക്കും. എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ തരുന്ന ക്ലാസ്സുകളും മെയിൻസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും. നിങ്ങൾ പഠിക്കുന്നതും ആ രീതിയിലായിരിക്കണം.
ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെയും അതുപോലെ നടന്ന മെയിൻസുകളുടെയും ഒക്കെ സിലബസ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനമുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററിയുടെ ഒരു പോർഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം, അതുപോലെ തന്നെ ജോഗ്രഫി, IT, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഈ പറയുന്നതൊക്കെ ഇത്രയും കാര്യങ്ങൾ പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയി വരുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പോഴും മെയിൻസിനൂടെ ചേർത്താണ് നമ്മൾ പഠിക്കുന്നത് എന്നൊരു ബോധം നമുക്ക് വേണം. നമ്മൾ ക്ലാസ് തരുന്നതും ആ രീതിയിലായിരിക്കും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, എക്കണോമിക്സ് സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ മെയിൻസിന് ഈ സിലബസിലുള്ള കാര്യങ്ങൾ അതുപോലെ വരാം, ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ 3 ടോപ്പിക്കുകളുടെ ഒരു പ്രോ വേർഷൻ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനമായിരിക്കും മെയിൻസിന് വരാനായിട്ട് പോവുക. അപ്പോൾ ഈ പ്രിലിംസിന് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, സിവിക്സിൻ്റെയും എക്കണോമിക്സിൻ്റെയും ഒക്കെ ബേസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് മെയിൻസിലേക്കുള്ള പഠനം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ മെയിൻസിന് ഈ ടോപ്പിക്കുകളിൽ ചിലത് അതുപോലെ തന്നെ വരാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞത്, നിങ്ങൾ പഠിക്കുമ്പോഴും മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ തരുന്നതും അതുപോലെ തന്നെ ആയിരിക്കും. കഴിഞ്ഞ കാലങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് നിങ്ങൾക്ക് മാക്സിമം കിട്ടുക 2.5 അല്ലെ ഒരു 3.5 മാസം വരെ ആയിരിക്കും. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്കും നിങ്ങൾ ആ ഒരു സമയമാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ഒന്നും കൂടെ പഠിക്കുക എന്ന് പറയുന്നത് പോസിബിളായ ഒരു കാര്യമേ അല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഡിഗ്രി പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ കോമൺ ആയ ടോപ്പിക്കുകൾ വൃത്തിയായി ഈ ബാച്ചിലൂടെ ഇവിടെ വെച്ച് തന്നെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് വരുന്ന ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിലില്ലാത്ത സ്പെഷ്യൽ ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇതിലില്ല സയൻസ് ടോപ്പിക്കുകൾ വൃത്തിയായി തീർക്കാനായിട്ട് ശ്രമിക്കുക. മെയിൻസിൻ്റെ സിലബസിലുള്ള എന്നാൽ പ്രിലിംസിൽ ഇല്ലാത്ത ടോപ്പിക്കുകൾ ഈ 2-2.5 മാസം കൊണ്ട് വൃത്തിയായി തീർക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം ഈ പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയി വന്ന ഇപ്പം പഠിച്ച ഏരിയകൾ വൃത്തിയായി റിവിഷൻ ചെയ്യാനും ശ്രമിക്കുക. ഇത് റിവിഷൻ ചെയ്യാനുള്ള സമയം മാത്രമേ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് വരുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു രീതിയിലായിരിക്കണം ഡിഗ്രി പരീക്ഷകൾ എഴുതുന്ന നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലാണ് നിങ്ങളെ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഇങ്ങനെ സജ്ജരാക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ കണക്ക് കൂട്ടുമ്പോഴും ഈ രീതിയിൽ എന്ത് ചെയ്യുക, കണക്ക് കൂട്ടാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും പറയുന്നതാണ്, എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ്, ശരിക്കും നമുക്കൊരു വിഷനോടെ ഒരു സ്റ്റഡി പ്ലാനോടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ഇപ്പോൾ നമുക്ക് ഒരു ഡിഗ്രി പ്രിലിംസ് വൃത്തിയായി ചെയ്ത ഒരു ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച് ട്രിക് ടേൺ ഇല്ല. കാര്യം ട്രിക് ടേൺ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. കാര്യം ആധികാരികമായി നമ്മൾ ഒരു ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച് ചെയ്തെങ്കിൽ മാത്രമേ അതിനെ തുടർന്ന് ഒരു മെയിൻസ് ബാച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അതായത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ പറ്റണം, എടാ ഇത്ര ടോപ്പിക്ക് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് വാ, അത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടെ ഒന്ന് പറയാം, എന്നിട്ട് മെയിൻസിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ വളരെ ഡീറ്റെയിൽ ആയി നിങ്ങളെ പഠിപ്പിക്കാം എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ ആധികാരികമായ ഒരു ഡിഗ്രി പ്രിലിംസ് ചെയ്യണം. ആ ഡിഗ്രി പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് അതിനെ തുടർന്ന് വേണം മെയിൻസ് ചെയ്യാനായിട്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ഇനി എല്ലാ ഡിഗ്രി മെയിൻസ് ബാച്ചും ചെയ്യും. കാര്യം നമ്മൾ ഓൾറെഡി ഡിഗ്രി പ്രിലിംസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു റെഫറൻസ് ആയിട്ട് കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്ത് തന്നു എന്ത് തന്നില്ല എന്നുള്ള കൃത്യമായൊരു ബോധം നമുക്കുമുണ്ട്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ബാച്ചിനെ എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയുള്ള നമ്മുടെ എല്ലാ ഡിഗ്രി മെയിൻസ് ബാച്ചുകളും, ഇതിനെ തുടർന്ന് വരുന്ന എല്ലാ മെയിൻസ് ബാച്ചുകളും ഈ ഒരു പ്രിലിംസിൽ നമ്മൾ എന്താണോ തരുന്നത് അതിനെ മുൻനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ എന്നാലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന് പഠിക്കുമ്പോൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനുമുള്ള കോമണായ ടോപ്പിക്കുകൾ ഇവിടെ വച്ച് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കണം. ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് എന്താണോ ആ സിലബസിനെ നമ്മൾ ഈ ഒരു ബാച്ചിൽ ഒരു 10 മൊഡ്യൂളുകളാക്കി തിരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് എന്താണോ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് അതിൻ്റെ ബേസ് മുതൽ നമ്മുടെ ഓരോ അധ്യാപകരും എടുക്കുന്ന ഒരു ഓർഡറിൽ 10 മൊഡ്യൂളുകളാക്കി നമ്മൾ ഈ കംപ്ലീറ്റ് സിലബസിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു മൊഡ്യൂള് തീരുമ്പോൾ നമ്മൾ ആ ഒരു മൊഡ്യൂള് തീർക്കാനായിരിക്കും ഈ ബാച്ചിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മൊഡ്യൂള് തീർക്കുമ്പോൾ 10% ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് കവർ ആയിരിക്കും. അങ്ങനെ ഓരോ മൊഡ്യൂളുകളും നമ്മൾ തീർത്ത് കൃത്യം 10 മാസം കൊണ്ട് 10 മൊഡ്യൂളുകൾ കവർ ചെയ്യുമ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇവിടെ പൂർണ്ണമായിരിക്കും.
വൺസ് നിങ്ങൾ ഈ ബാച്ചിൽ ചേർന്ന് ഈ ബാച്ചിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി മുന്നോട്ട് പഠിച്ചു കൊണ്ടുപോയാൽ ഏത് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം എഴുതിയാലും, ഇതെന്നല്ല ഇനി അങ്ങോട്ടുള്ള ഏത് ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതിയാലും ഒരു 65 to 70 മാർക്ക് കണ്ണും പൂട്ടി നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളെ മുഴുവൻ നമ്മൾ പഠിപ്പിക്കും. എന്നാലും പറഞ്ഞാണ് ഒരു 65 to 70 മാർക്ക് കണ്ണും പൂട്ടി കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സജ്ജരായിരിക്കും. ഒപ്പം ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയി വരുന്ന ഏരിയകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ സ്റ്റഡി പ്ലാൻ പറഞ്ഞു, അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ ക്ലാസ്സുകൾ തരുന്നതും ഒക്കെ നിങ്ങളോട് പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് ഈ ബാച്ചിലെ എക്സാമുകളെ കുറിച്ചാണ്. നമ്മൾ ഏത് ബാച്ച് അനൗൺസ് ചെയ്താലും ക്ലാസ്സുകളോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. കാര്യം നിങ്ങൾ മത്സര പരീക്ഷയ്ക്കാണ് പഠിക്കുന്നത്. അപ്പോൾ കുറേ പോർഷൻസ് തീർക്കുന്നതിനേക്കാൾ ഉപരി എത്രത്തോളം നിങ്ങൾ എക്സാം എഴുതുന്നോ അത്രത്തോളം നിങ്ങൾ ഈ പറയുന്ന പരീക്ഷകൾക്ക് സജ്ജരായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ എക്സാമുകളും ഓരോ അനുഭവങ്ങളാണ്. ഓരോ എക്സാമിൽ നിന്നും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ടാവും. നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടാണ്. ഇനി കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചില ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സൈഡിൽ കൂടെ നോക്കുമ്പോഴേ കാണാൻ പറ്റും ഇത്രയും വലിയ കട്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, ചിലതൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ചിലരൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ പാനിക്കാവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം നമ്മൾ ഡിഗ്രി പ്രിലിംസ് എഴുതുമ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും വേഗത്തിൽ എന്ത് ചെയ്യണം? എഴുതി പൊക്കോണ്ടേയിരിക്കണം. സമയം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പലപ്പോഴും പല കുട്ടികളും പറയുന്ന ഒരു കാര്യം, എക്സാമിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ മാത്സിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഒരു 70 ക്വസ്റ്റ്യൻ്റെ അപ്പുറം എത്താൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ എത്രത്തോളം നിങ്ങൾ പരീക്ഷകൾ എഴുതുന്നോ അത്രത്തോളം നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റും. ഏത് ഓർഡറിൽ എഴുതണം, ഏത് ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്, ഏത് ക്വസ്റ്റ്യനാണ് ലീവ് ചെയ്യേണ്ടത്, ഇതൊക്കെ കൃത്യമായൊരു ബോധം പരീക്ഷകളിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ക്ലാസ്സുകൾ പോലെ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത്രത്തോളം പരീക്ഷകൾ ഈ ബാച്ചിലൂടെ നമ്മൾ തരും. നമ്മുടെ പരീക്ഷകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും. അതായത് ഒരാഴ്ചയിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് കൃത്യമായും ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ പഠിച്ച, ഇപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പോൾ 6, 3, 18 ക്ലാസ്സുകൾ ഉണ്ട് എന്നിരിക്കട്ടെ, ആ 18 ക്ലാസ്സുകളിൽ നിങ്ങൾ എന്തു പഠിച്ചോ അതിനെ റിവിഷൻ ചെയ്യാനായിട്ട് വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു അധ്യാപകൻ പൂർണ്ണമായും ഒരു ടോപ്പിക്ക് തീർക്കുമ്പോൾ ടോപ്പിക് ടെസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, ആ ടോപ്പിക്ക് ഒരു അധ്യാപകൻ 4 അല്ലെങ്കിൽ 5 ക്ലാസ്സുകൾ കൊണ്ടാണ് തീർക്കുന്നത് എന്നിരിക്കട്ടെ. ആ ടോപ്പിക്ക് പൂർണ്ണമായും തീർന്നതിന് ശേഷം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ ഒരു സമയം തന്നതിന് ശേഷം ആ ടോപ്പിക്കിൻ്റെ ടോപ്പിക് ടെസ്റ്റും കൂടെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ തീർക്കുന്ന എല്ലാ ടോപ്പിക്കുകൾക്കും പ്രത്യേകം ടോപ്പിക് ടെസ്റ്റ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. കഴിഞ്ഞില്ല, എല്ലാ ആഴ്ചയിലും എങ്ങനെയാണോ ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കുക അതേ പാറ്റേണിൽ അതേ മാർക്ക് ഡിവിഷനിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ മോഡൽ എക്സാം നടത്തും. അപ്പോൾ ഈ ബാച്ച് തുടങ്ങി കൃത്യം 1 മാസത്തിന് ശേഷം നമ്മൾ നമ്മുടെ മോഡൽ എക്സാം ഇങ്ങനെ ആരംഭിക്കും. അപ്പോൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഓരോ മോഡൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അതിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റും. ഏത് പൊസിഷനിലാണ് നിങ്ങളെന്ന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര നെഗറ്റീവ് മാർക്കായി, ഇതൊക്കെ നിങ്ങൾക്ക് ഡേ ബൈ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഈ മോഡൽ എക്സാമിൻ്റെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ സബ്ജക്റ്റുകൾക്ക് വീഡിയോ, ആ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ എക്സ്പ്ലനേഷനും കൂടെ തരും. ഈ വീഡിയോ എക്സ്പ്ലനേഷൻ തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സമയം കളയാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിന് 20 ചോദ്യങ്ങളുണ്ട് മോഡൽ എക്സാമിന് ഇരിക്കട്ടെ, അതിലൊരു 12 എണ്ണം നിങ്ങൾക്ക് അറിയാം, 8 എണ്ണം നിങ്ങൾക്ക് അറിയത്തില്ല. അത് ജസ്റ്റ് എങ്ങനെയാ വന്നത് എന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ എക്സ്പ്ലനേഷൻ തരുന്നു. അപ്പം മാത്സിന്, ഇംഗ്ലീഷിന്, മലയാളത്തിന് എല്ലാ മോഡൽ എക്സാമും കഴിഞ്ഞിട്ട് വീഡിയോ എക്സ്പ്ലനേഷൻ നിങ്ങൾക്കുണ്ടാവും. ഇത് കൂടാതെ PYQ എക്സാമുകളും കൂടെ, ഡിഗ്രി പ്രിലിംസിൻ്റെ PYQ എക്സാമുകളും കൂടെ ഈ ബാച്ചിൽ തരും. 16 PYQs ഇപ്പം നമുക്ക് നിലവിലുണ്ട്, ഡിഗ്രി പ്രിലിംസിന് മാത്രം നടന്നത്. ഇപ്പോൾ 2021 2 ഘട്ടമായിട്ടാണ് ഡിഗ്രി പ്രിലിംസ് നടന്നത്. 2022 3, 2023 3, 24 3, 25 2, 26 3, ഇങ്ങനെ മൊത്തം 16 PYQs നമുക്ക് മുന്നിലുണ്ട്, ഡിഗ്രി പ്രിലിംസിന് മാത്രം നടന്നത്. ഈ PYQs എല്ലാം കൃത്യമായും നിങ്ങളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കും. അതിനുശേഷം ഈ PYQൻ്റെ കണക്റ്റഡ് ഫാക്ട്സും കൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരും.
ഈ കണക്റ്റഡ് ഫാക്ട്സ് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. നമ്മുടെ എക്സാം തീർന്നിട്ടില്ല. എല്ലാ മാസവും നമ്മൾ മന്ത്ലി കറണ്ട് അഫേഴ്സിൻ്റെ എക്സാം നടത്തും. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫേഴ്സ് പഠിക്കാനായിട്ട് തരും. ആ കറണ്ട് അഫേഴ്സിനെ ബേസ് ചെയ്ത് എല്ലാ മാസവും നിങ്ങൾക്ക് മന്ത്ലി കറണ്ട് അഫേഴ്സിൻ്റെ എക്സാം ഉണ്ടാവും. ഇത് കൂടാതെ ഓരോ 2 മൊഡ്യൂളുകളും തീർന്നതിന് ശേഷം നമ്മൾ മൊഡ്യൂൾ എക്സാമും കൂടെ നടത്തും. അങ്ങനെ മൊത്തം 5 മൊഡ്യൂൾ എക്സാം. അപ്പോൾ ഈ മൊഡ്യൂൾ എക്സാമിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ 2 മൊഡ്യൂൾ തീർന്നതിന് ശേഷം നമ്മൾ പഠിപ്പിക്കാനുള്ളത് പഠിപ്പിച്ച് തീർത്തു. ഇനി നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ മൊഡ്യൂളുകളിൽ എന്തൊക്കെ പഠിപ്പിച്ചോ അത് വൃത്തിയായി ഒന്ന് റിവിഷൻ ചെയ്തതിനു ശേഷം വന്ന് മൊഡ്യൂൾ എക്സാം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാനും കൂടെ പറ്റും. നിങ്ങളുടെ പുരോഗതി അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബാച്ചിലുള്ള എക്സാമുകൾ. അതായത് വീക്ക്ലി എക്സാമായി, അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റായി, മോഡൽ എക്സാമായി, PYQ എക്സാമായി, മന്ത്ലി കറണ്ട് അഫയേഴ്സ് എക്സാമായി, അതുപോലെ തന്നെ മൊഡ്യൂൾ എക്സാമായി. ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ തോന്നും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ എക്സാം മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. ആദ്യം ഇംഗ്ലീഷ്, ദെൻ അതിൻ്റെ മലയാളം, ഈ ഓർഡറിലാണ്. അപ്പം നമ്മൾ നടത്തുന്ന പരീക്ഷകളും അങ്ങനെ തന്നെ ആയിരിക്കുമോ? ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മുടെ ആപ്പിൽ എക്സാം നടത്തുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം നടത്തുന്ന ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ നടത്തുന്ന എല്ലാ എക്സാമുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങളുടെ സംശയം നമ്മുടെ നോട്ടുകളെ കുറിച്ചായിരിക്കും. നമ്മുടെ നോട്ടുകൾ എങ്ങനെയാണ്? ഓരോ അധ്യാപകരും അവരുടെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ തന്നെ അവർ നിങ്ങളെ ക്ലാസ്സിൽ കാണിച്ച സ്ലൈഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി നമ്മൾ തരും. അത് അവർ അനോട്ട് ചെയ്തതും തരും, അനോട്ട് ചെയ്യാത്തതും തരും. അങ്ങനെ 2 സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സിൽ നിങ്ങളെ എന്താണോ പഠിപ്പിച്ചത് അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നോട്ടായിട്ട് തരും. അധ്യാപകർ തരുന്ന ആ നോട്ടിലും മലയാളവും ഇംഗ്ലീഷും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വൺസ് ഒരു അധ്യാപകൻ ഒരു ടോപ്പിക്ക് പൂർണ്ണമായും തീർത്തതിന് ശേഷം ആ ടോപ്പിക്കിൻ്റെ പ്രിൻ്റബിൾ ആയിട്ടുള്ള നോട്ടും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസ്, നമ്മുടെ സിവിക്സിൻ്റെ ഭാഗത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണത്. അതൊരു അധ്യാപകൻ 3-4 ക്ലാസ്സുകൾ കൊണ്ടാണ് തീർക്കുന്നത് എന്നിരിക്കട്ടെ. ആ 3-4 ക്ലാസ്സുകൾ കൊണ്ട് ആ ടോപ്പിക്ക് പൂർണ്ണമായും പഠിപ്പിച്ചതിനു ശേഷം തൊട്ട് പിറ്റേ ദിവസം അതിൻ്റെ പ്രിൻ്റബിൾ ആയിട്ടുള്ള ഒരു നോട്ടും കൂടെ നിങ്ങൾക്ക് ഈ ബാച്ചിലൂടെ ലഭിക്കും. ഇനി ആ പ്രിൻ്റബിൾ നോട്ടിൻ്റെ ഒരു ഫോമാറ്റ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അതായത് അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു അധ്യാപകൻ എന്തൊക്കെ പഠിപ്പിച്ചോ അത് മുഴുവൻ ആ നോട്ടിൽ നമ്മൾ ആദ്യം തരും. അതിനുശേഷം ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് NCERTയിൽ നിന്നോ SCERTയിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ കൂടെ തരും. അതിനുശേഷം ഇതുവരെയുള്ള ഡിഗ്രി പ്രിലിംസ് അതുപോലെ മെയിൻസ് പരീക്ഷകളിൽ ഈ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് ചോദിച്ചിട്ടുള്ള PYQും കൂടെ തൊട്ട് താഴെ തരും. അപ്പോൾ ഈ ഒരു പ്രിൻ്റബിൾ നോട്ട് കിട്ടിക്കഴിയുമ്പോൾ സാറ് പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും കിട്ടും. ഇതിലുപരി NCERTയിൽ നിന്നും SCERTയിൽ നിന്നും വന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ തൊട്ട് താഴെ കിട്ടും. അതുകൂടാതെ തന്നെ ആ ടോപ്പിക്കിൻ്റെ PYQും കൂടെ ഇതിൻ്റെ അകത്തിൽ നമ്മൾ ആഡ് ചെയ്ത് തരും. ഇതാണ് നമ്മുടെ പ്രിൻ്റബിൾ നോട്ടിൻ്റെ ഒരു ഫോം. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും കിട്ടും, സെപ്പറേറ്റ് മലയാളത്തിലും കിട്ടും. നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് പഠിക്കാവുന്നതാണ്. ഇത് രണ്ടും ഒരുമിച്ച് തരാത്തതിൻ്റെ കാര്യം, ഇനി ചില ആളുകൾക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് വലിയ നോട്ടായി മാറും. അപ്പോൾ ഈ പറയുന്ന പോലെ ചിലവുകളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എടുക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് തരും, മലയാളത്തിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് തരും. ഇനി രണ്ടും വേണമെങ്കിൽ രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇതാണ് നമ്മളുടെ ഒരു നോട്ടിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നു. അപ്പോൾ ഓരോ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ ആ സാറ് പഠിപ്പിച്ച കാര്യം നിങ്ങൾക്ക് അനോട്ട് ചെയ്തും അനോട്ട് ചെയ്യാതെയും നിങ്ങൾക്ക് കിട്ടും. ഇത് കൂടാതെ ടോപ്പിക്ക് തീർന്നതിന് ശേഷം അതിൻ്റെ പ്രിൻ്റബിൾ നോട്ടും നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഈ ബാച്ചിൽ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടോ? ഈ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയ ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ ഈ ബാച്ച് കഴിയുന്നിടം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് പ്രോ എന്ന ബാച്ച് നമ്മൾ ആരംഭിച്ചതിന് ശേഷം ഈ ഒരു ബാച്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെലിഗ്രാം ചാനൽ ആരംഭിക്കും. ഈ ടെലിഗ്രാം ചാനലിലൂടെ നമ്മുടെ ഈ ബാച്ചിൽ എന്ത് നടന്നാലും അത് മെൻറ്റർ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ അത് നിങ്ങളോട് വന്ന് പറയും, ക്ലാസ്സിൻ്റെ റെക്കോർഡർ ക്ലാസ് വരുമ്പോൾ അത് പറയും, ഇനി ക്ലാസ്സിൽ എന്തെങ്കിലും റീഷെഡ്യൂൾ സംഭവിച്ചാൽ അത് നിങ്ങളുടെ അടുത്ത് പറയും, എക്സാം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളെ അറിയിക്കും. അതായത് ഈ ബാച്ചിൻ്റെ ഭാഗമായി എന്ത് ചെയ്യുന്നോ അത് നിങ്ങളെ കൂടുതൽ 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 കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളെ എന്ത് ചെയ്യും?
ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഈ ബാച്ചിന്റെ ഭാഗമായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് മെൻറ്ററെ വിളിച്ച് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മെൻറ്റർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ക്ലാസ്സിന്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ആ മെൻറ്ററോട് അഡ്രസ്സ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായും അത് മെൻറ്ററോട് ചോദിക്കാം. ഇങ്ങനെ കൃത്യമായും നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു മെൻറ്റർ ഉണ്ടാവും. പിന്നെ PSC പഠനമാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ട്രാക്ക് ശരിയാണോ, കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഡൗണായ നിങ്ങളെ കുറച്ചും കൂടെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 മാസത്തിലൊരിക്കൽ മോട്ടിവേഷൻ സെഷനും കൂടെ ഈ ബാച്ചിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഈ ബാച്ചിൻ്റെ പോസിറ്റീവ്സും ഈ ബാച്ചിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന കുറേ കാര്യങ്ങളുമാണ്. ഇനി ഞാൻ നമ്മുടെ 2 ലിമിറ്റേഷൻസും കൂടെ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും നിങ്ങൾ എന്നോട് പറയുന്ന 2 കാര്യമാണ്. ഒന്ന്, ലൈവ് ക്ലാസ് നടക്കുന്നതിനിടയിൽ ഒരു പോസ് ഓപ്ഷൻ, അതുപോലെ തന്നെ പുറകോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ, അത് നിലവിൽ നമുക്കില്ല. 2, കണ്ട ക്ലാസ്സുകളിൽ ഒരു ടിക്ക് മാർക്കിൻ്റെ ഒരു ഓപ്ഷൻസ്, അതും നമുക്ക് നിലവിലില്ല. നമ്മൾ താരതമ്യേന ഇപ്പോൾ വന്ന ഒരു ആപ്പാണ്. താരതമ്യേന ചെറിയൊരു ആപ്ലിക്കേഷനാണ്. മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നു ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നിലവിൽ നമുക്കിപ്പോൾ ഇല്ല എന്നും കൂടെ നിങ്ങളെ ഈ 2 ലിമിറ്റേഷൻസ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ. എങ്ങനെ നിങ്ങളുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം? ഈ ബാച്ചിലൂടെ നിങ്ങൾ എങ്ങനെ പഠിക്കണം? ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിലൂടെ നമ്മൾ എന്താണ് ഈ ബാച്ചിലൂടെ തരാൻ പോകുന്നതെന്നുള്ള കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനിയുള്ള 10 മാസം കൊണ്ട്, ഈ ബാച്ച് തുടങ്ങി 10 മാസം കൊണ്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. നമുക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ പ്രകാരം ഡിഗ്രി മെയിൻസിനും കൂടെ ഊന്നൽ നൽകിക്കൊണ്ടുള്ളൊരു പഠനമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ് ഒന്നുകിൽ ലൈവ് കാണാനായിട്ട് ശ്രമിക്കുക, അല്ലെ റെക്കോർഡ് കാണാനായിട്ട് ശ്രമിക്കുക. അന്നുള്ള ക്ലാസ്സുകൾ അന്നു തന്നെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ലെക്ചർ നോട്ട് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് വേണം. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ആ ക്ലാസ്സിൽ ഇന്നാവും, കുറച്ചുകൂടെ എൻഗേജ്ഡ് ആവും. പിന്നെ നിങ്ങളുടേതായ ഒരു ലെക്ചർ നോട്ട് ഉണ്ടാക്കിയ ശേഷം ഓരോ ക്ലാസ് കഴിയുമ്പോഴും അധ്യാപകരുടെ അനോട്ട് ചെയ്തതും അല്ലെ അനോട്ട് ചെയ്യാത്ത PDF ഒക്കെ ഒന്ന് നോക്കി നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വൺസ് ഒരു ടോപ്പിക്ക് തീർന്നതിന് ശേഷം ആ ടോപ്പിക്കിൻ്റെ പ്രിൻ്റബിൾ നോട്ട് നന്നായിട്ട് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ടോപ്പിക് ടെസ്റ്റുകൾ നിർബന്ധമായും ചെയ്യുക. പിന്നെ നമ്മുടെ എക്സാമുകൾ ഒരെണ്ണം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. കൃത്യമായും എന്താണോ നിങ്ങൾ മെൻറ്റർ പറയുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാലിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. 10 മാസം കൊണ്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കിയിരിക്കും. 2 മാസം തീവ്രമായ ഒരു റിവിഷനും കൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതുവഴി നിങ്ങൾ ഏത് ഡിഗ്രി പ്രിലിംസ് എഴുതിയാലും 65 to 70 മാർക്ക് നിങ്ങളുടെ കയ്യിൽ കണ്ണും പൂട്ടി, മുഴുവനും നമ്മൾ പഠിക്കും, കണ്ണും പൂട്ടി നിങ്ങൾക്ക് കിട്ടും. ഒപ്പം ഡിഗ്രി മെയിൻസിനുള്ള കുറേ അധികം ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ സെറ്റായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ട്രിക്ടേണിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ബാച്ചുകളിൽ ഒന്നായിരിക്കും ഈ ഡിഗ്രി പ്രിലിംസ് പ്രോ ബാച്ച് എന്ന് പറയുന്നത്. വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു ബെഞ്ച് മാർക്കായിരിക്കും ഈ ബാച്ച്. വളരെ ലിമിറ്റഡായ സീറ്റുകൾ മാത്രമാണ് ഈ ബാച്ചിലുള്ളത്. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. ഡിഗ്രി ലെവൽ പോസ്റ്റിൽ ഒരു മികച്ച ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം ഈ ബാച്ചിലൂടെ സാധ്യമാകട്ടെ. സാധ്യമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ട്രിക്ടേണിന് ഉറപ്പുണ്ട്. നമുക്കൊരുമിച്ച് ഈ ബാച്ചിലൂടെ നടന്നു തുടങ്ങാം. താങ്ക് യു.